എൻ്റെ പേര് ജിജോ. ഞാൻ മാമത്തിൽ നിന്ന് ഇവിടെ ഇരിക്കുന്ന ഏത് കന്യാസ്ത്രീകളുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് ലെവൽ എടുക്കുന്നത്. പക്ഷേ രണ്ടാമത്തെ ദിവസത്തെ ആരാധനയുടെ സമയത്ത് എൻ്റെ പുറകിൽ നിന്നൊരു മനുഷ്യൻ പറയുന്നത്, നീ ആരാധനയ്ക്ക് ഇരിക്കണമെങ്കിൽ നീ പോയി ആദ്യം കയറി പറഞ്ഞവരുടെ മാപ്പ് പറയും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അവളുമാർ ചുമ്മാ ഈ ഉടുപ്പ് വിട്ടുകൊണ്ട് നടക്കുന്ന വെറുതെ ഞങ്ങളെയൊക്കെ വെറുതെ ചുമ്മാ പറയുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞത്. എന്നിട്ട് കൂടി പറഞ്ഞില്ല, നിന്നെ ഞാൻ വിടുകയില്ല. പക്ഷെ രണ്ടാമത്തെ ആരാധനയുടെ സമയത്ത് നീ ഇവിടെ വീണില്ലെങ്കിൽ നിന്നെ ഞാൻ വീഴ്ത്തുന്നു, എറിഞ്ഞു വീഴ്ത്തുന്നു. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. അപ്പം ഇല്ല, ഞാനൊന്നും പറയുന്നില്ല, ഞാൻ ക്ഷമ പറഞ്ഞു സ്വയമേ. അന്ന് നീ മര്യാദയ്ക്ക് പോയി ക്ഷമ പറഞ്ഞു, എന്നിട്ട് നീ ഹോളിനകത്ത് കയറിയെന്ന്. അന്ന് രാത്രി തന്നെ എന്നെ വളർത്തിയ ഇത്രയാക്കിയ എൻ്റെ മദർ സുപ്പീരിയർ എഴുതിയിരിക്കുന്നു. അവരുടെ മുന്നിൽ ഞാൻ സാഷ്ടാംഗം വീണു. പിറ്റേ ദിവസം രാവിലത്തെ ആരാധനയുടെ സമയത്ത് ഞാൻ ഇവിടെ വന്നു. ആ പിറ്റേ ദിവസം തന്നെ രാവിലെ സിസ്റ്റർ കയറി വന്നിട്ട് പറഞ്ഞു, ജിജോ എന്ന വ്യക്തിയെ സൗഖ്യമാക്കിക്കൊള്ളുന്നു. അത് ഞാൻ ചുമ്മാ പറയുന്നു. എന്നിട്ട് ഞാൻ വിശ്വസിച്ചു. പക്ഷേ മൂന്നാമത്തെ ദിവസം ആരാധനയുടെ സമയത്ത് എൻ്റെ തൊണ്ടയിലൊരു പാട്ട് പാടുമ്പോൾ എനിക്കിങ്ങനെ ഒരു വളയം പോയി കേൾക്കുന്നത്. അത് തട്ടിക്കളഞ്ഞ് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിച്ചു. മൂന്നാമത്തെ ആരാധനയാണ്. ഞാൻ ആരാധനയെ പോലും പൂജിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പള്ളിയിൽ ഈ ദിവസം എഴുതുന്നു കേൾക്കുമ്പോൾ ഞാൻ ദുഃഖ വെള്ളിയാഴ്ച പോലും പെസഹാഴ്ച വൈകുന്നേരം കന്യാസ്ത്രീമാരെല്ലാവരും കൂടെ പോയിരിക്കും. ദൈവമേ ഇതെന്താണ്? ഞാൻ ചെല്ലും. കാല് കഴുകി കഴിയുമ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ ഈ ബ്രെഡും തോന്നുന്നു അപ്പച്ചന്മാർ അത് വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ പറയും, വേറെ പണിയില്ല, ഇത് തിന്നേച്ച് വൈകിട്ട് ഷാപ്പിൽ കാണുമെന്ന് പറയും. അപ്പം ഞാനും പറഞ്ഞു, നമുക്ക് വൈകിട്ട് ഷാപ്പിൽ കാണാം. പക്ഷേ ഇത് മുറിക്കുന്നതിന് മുമ്പേ വേണം, അത് കഴിഞ്ഞു വേണം. ഇത് നമുക്ക് കള്ളിനൊക്കെ നോക്കി തിന്നാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ ഈ ഗേറ്റ് കയറി വന്നപ്പോൾ ഞാൻ ഓർക്കും, പോകണോ വേണ്ടി വീട്ടിലേതായാലും ഒരാഴ്ചത്തേന് മാറി അടിച്ചു പൊളിക്കാം. ഞാൻ കട്ടപ്പനെ എന്നെ കുറച്ച് കൂട്ടുകാരാണ്, അമ്മാരെ വിളിച്ച് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ ചേട്ടായി അങ്ങോട്ട് പോരെ, പൈസ ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന്. ഈ ഗേറ്റ് കയറി അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ രജിസ്ട്രേഷൻ ചെയ്യാൻ വരട്ടെന്ന്. ഞാൻ പറഞ്ഞു, ഏതാണ് ഞാൻ കയറുക. എന്നിട്ട് പിന്നെ എപ്പോഴേക്കും ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഈ വാതിൽ കയറി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പൂട്ടി, എന്നെ പൂട്ടി എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതിലിങ്ങനെ നടന്ന് ഞാൻ ഇവിടെ വന്നു. എൻ്റെ മുറിക്കകത്ത് ഞാൻ നോക്കി, ആരുമില്ല. അപ്പം ഞാൻ സുഖമായിട്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ എൻ്റെ മുറിക്കണം, വേറെ ആരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും വന്ന് ഞാൻ ഈ കേൾക്കുന്നു. അത് കഴിഞ്ഞ് ഈ ബോർഡിൻ്റെ ഭാഗത്തെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പോകണോ വേണ്ടേ. പക്ഷെ ഞാൻ പകുതിക്ക് വരെ തിരിച്ചിറങ്ങാൻ നോക്കി. എങ്ങനെയും ചാടിപ്പോകാൻ ഞാൻ നോക്കിയത് ഞായറാഴ്ച. പക്ഷെ ഞാൻ വിട്ടി, എന്നെ കൂട്ടി. അതെനിക്ക് ഉറപ്പായി. പക്ഷെ ഇവിടെ വരുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കാനും മടി കാണിച്ചു. പക്ഷെ ഇപ്പോൾ എനിക്ക് നല്ലവണ്ണം കൈയടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിക്കാൻ എനിക്ക് ധൈര്യത്തോടെ വിളിക്കാം. എൻ്റെ അടുക്കൽ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായി. ഏത് പാദയാത്രയ്ക്ക് എന്നെ വിളിച്ചാലും ഞാൻ പരിശുദ്ധാത്മാവിനെ ചെല്ലും. എനിക്ക് ഉറപ്പുണ്ട്. യേശുവെ നന്ദി. എൻ്റെ പേര് ജോലി, എൻ്റെ വീട് മണിക്കൂർ. ഞാൻ അതിൽ വർക്ക് ചെയ്യുന്നു. ഒരു വർഷം മുമ്പ് ഒരു കണ്ണ് പ്രശ്നമുണ്ടായി. കണ്ണ് കാഴ്ച വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, കണ്ണിന് ഫ്ലൂയിഡ് കിട്ടുന്നുണ്ട്, അത് തന്നെത്താനെ മാറുമെന്ന്, കുറയേണ്ടതാണ്, ചിലപ്പോൾ കുറയും ചിലപ്പോൾ കുറയത്തില്ല എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പം നാട്ടിൽ വരുന്നതിന് 2 ദിവസം മുമ്പ് ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞ് ലീക്കിംഗ് വെള്ളം ഇങ്ങോട്ട് കൂടിയിട്ട് ലീക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, ഇത്രയും മേലെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒന്ന് നാട്ടിൽ വന്നപ്പോഴത്തേക്ക് വന്ന ഉടനെ ഇവിടെ ധ്യാനം കൂടാൻ ഇടയായിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സ്കാനിങ് ചെന്നപ്പോഴത്തേക്ക് സ്കാൻ ചെയ്ത ഡോക്ടർ പറഞ്ഞു, ഇപ്പം ലീക്കിംഗ് വളരെ ലീക്കിംഗ് ഒന്നും നടക്കുന്നില്ല, ട്രീറ്റ്മെൻറ്റ് ആവശ്യമൊന്നുമില്ല, ഇനിയിപ്പോൾ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് വലിയ ദൈവാലയങ്ങളുടെ ഞാൻ കണക്കൂട്ടുന്നു. അപ്പോൾ തന്നെ ഈശോ സൗഖ്യം നല്ലൊരു അരമണിച്ച് ഈശോ നല്ല പറയാം. പക്ഷേ ഞാൻ ഒത്തിരിയേറെ പ്രതീക്ഷയോടും ഇപ്പം വളരെയേറെ
തളർച്ചയിലാണ് ഞാൻ ഇവിടെ വന്നെത്തിയത്. കാരണം ഞാൻ ആത്മഹത്യ ചെയ്യാൻ വരെ ഒരു ആത്മഹത്യക്കുറിപ്പ് വരെ എഴുതിയൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ അത്രമാത്രം മാനസികമായ വിഷമമുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും ഒരു പരിഹാരമാകുകയില്ലല്ലോ എന്ന് ഞാൻ കരുതിയാണ് ഒത്തിരിയേറെ വിഷമത്തോടുകൂടി കഴിഞ്ഞ ശേഷം ഞാൻ ധ്യാനം കൂടാൻ വേണ്ടി ഇവിടെ വന്നു. ഇപ്പോൾ അതിൻ്റെ സമയത്തൊക്കെ വന്നതിൻ്റെ കാരണം എൻ്റെ മകള് ഒരു BSc നേഴ്സാണ്. പഠനം കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോൾ മുതൽ അവൾ പുറത്തു പോകുന്നതിന് വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇൻ്റർവ്യൂവിനൊക്കെ പോകും, ടെസ്റ്റുകളൊക്കെ എഴുതും, എല്ലാം പാസ്സാവും. പക്ഷേ വിസ വരാൻ താമസിക്കും. അപ്പോൾ സൗദിയിലേക്ക് പോകാൻ വേണ്ടി വന്ന് കുറച്ച് പൈസ ഞങ്ങൾ ഏജൻറ്റിൻ്റെയും കൊടുത്തു. ആ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോഴേ വിസ വരാനായിട്ട് താമസം. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചേ അവൾക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല, 1 വർഷം കഴിഞ്ഞ് മിനിസ്ട്രിയിലേക്കാണ് 1 വർഷം കഴിഞ്ഞ് വരാൻ പറ്റത്തുള്ളൂ, അപ്പോഴേ പള്ളിയിൽ പോകാൻ പറ്റുള്ളൂ. മനസ്സോട് വേദന ഉണ്ടായിരുന്നു. എനിക്ക് ജീവിതമാർഗ്ഗമല്ലേ, അവിടെ ഇരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, അല്ലെ പള്ളിയിൽ പോയാൽ മതിയല്ലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അല്ലാതെ അവസ്ഥ കിട്ടിയില്ല. വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്തു, പാസ്സാവും, പോകാൻ പറ്റുകയില്ല. അങ്ങനെയായിരുന്നു. ഒരു ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 5 ലക്ഷം രൂപ കൊടുക്കണം, നെതർലൻഡിലേക്ക് പോകാം, അവിടെ പള്ളികളൊക്കെ ഉണ്ട്, അവിടെ പോകാൻ പറ്റുമെന്ന് വിചാരിച്ച് ഒത്തിരി കുടുംബത്തിലുള്ളവരോടും മറ്റുള്ളവരോടൊക്കെ കടം വാങ്ങി 2 ലക്ഷം രൂപ കൊടുത്തു. 1500 പേരായിരുന്നു പോകേണ്ടത്. 1500 പേര് പോകുമ്പോഴത്തേക്ക് സെക്കൻഡ് ബാച്ചാണ്. ആദ്യം 50 പേര് പോയി, രണ്ടാമത്തെ ബാച്ച്, മൂന്നാമത്തെ ബാച്ച്. അപ്പോൾ സെക്കൻഡ് ബാച്ചിനാണ് ഇവർക്ക് പോകാനായിട്ട് പൈസ 2 ലക്ഷം രൂപ കൊടുത്തത്. കുറേ നാൾ കഴിഞ്ഞിട്ട് ആദ്യത്തെ ആൾക്കാർ പോലും പോയില്ല, സെക്കൻഡ് ബാച്ചിലെ ആൾക്കാർക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ആദ്യത്തെ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി 5 ലക്ഷം കൊടുത്ത് നിൽക്കുവാണ്, പോകാൻ പറ്റിയ പ്രശ്നം ഉണ്ടാക്കി. ഇവളാകെപ്പാടെ വിഷമിച്ചു. കുറിച്ച് പോകുന്നതിന് മുമ്പ് തന്നെ വീട്ടിൽ പൈസ വാങ്ങിയിട്ടുള്ളവരെല്ലാം എന്നോട് അങ്ങ് നിർബന്ധമായി പൈസ തിരിച്ചു കൊടുക്കും, അവർക്ക് പൈസ തിരിച്ചു കൊടുക്കണം. ഒന്ന് ഓർത്ത് നോക്കിയാൽ ഈ 2 ലക്ഷം രൂപ ഒരു മാർക്കവും ഇല്ലാത്ത ഞാൻ. അപ്പോൾ അതൊന്നും വെച്ച് പൈസ ഉണ്ടായിരുന്നപ്പോൾ സ്ഥലം വാങ്ങിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 2 ലക്ഷം രൂപ കൊടുക്കണം, ഒരു മാർഗമില്ല. കൊച്ചും വിഷമിച്ച് അമ്മയെ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് ഇവിടെ വിഷമം. ഇവിടെ ധൈര്യപ്പെടുത്തും, മോനെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവം നമ്മളെ സഹായിക്കും, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അതായത് നിൻ്റെ അല്ല ഞങ്ങളുടെ അനുഭവമാണെന്ന് കരുതിയാൽ മതി. ഇവർ അവളെ സമാധാനിപ്പിക്കുകയും ഞാൻ ഒത്തിരിയേറെ വിഷമത്തോട് പ്രാർത്ഥിച്ചിരുന്നു. അവസാനം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, കൊച്ചിൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് ഇവിടെ നിന്ന് ധ്യാനം കൂടാൻ പോകണം, അല്ലെ എനിക്ക് അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കരമായ അസ്വസ്ഥതയാണ്. എൻ്റെ വിഷമം പറഞ്ഞറിയിക്കാൻ വേണ്ടി എനിക്ക് അപ്പനും അമ്മയൊന്നും ഇല്ല, എൻ്റെ ചേച്ചിയിലേക്ക് ഞാൻ ഒരു ദിവസം പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചേച്ചിയോട് സമാധാനത്തിന് വേണ്ടി ചെന്നപ്പോൾ ചേച്ചിക്കും അപ്പോൾ ചേച്ചി എനിക്ക് ഒത്തിരിയേറെ വേദനിപ്പിക്കുന്ന രീതിയിൽ ചേച്ചി സംസാരിച്ചതേ പൈസയില്ല. കാരണം എന്ന് ചോദിച്ചാൽ മറ്റൊരു പൈസ കൊച്ചു പോകുന്നപ്പോൾ പൈസ ചോദിച്ചതിൻ്റെ വേദന കൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചിക്ക് എന്നോട് പണക്കുണ്ടായിട്ടല്ല. ഞാൻ ഒത്തിരിയേറെ വിഷമിച്ചു. ആ സമയത്താണ് ഞാൻ വീട്ടിൽ വന്നത്. ഞാൻ എങ്ങനെ വീട്ടിൽ വന്നത്? 1 മാസത്തോളം ഞാൻ അസുഖമായിരുന്നു, പനിയായിരുന്നു, അസ്വസ്ഥയായിരുന്നു. ഞാൻ അനുഭവിക്കുന്ന വിഷമത്തിന് കാഠിന്യങ്ങളാണ് നീണ്ടു പോകുന്നത്. ഞാൻ ചുരുക്കി പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചു. ഇവിടുന്ന് ഞാൻ ധ്യാനം കഴിഞ്ഞ് പുറത്തിറങ്ങി പോയി. മൊബൈലിൽ ഇവിടെ കൊടുക്കണമല്ലോ. പുറത്തേക്ക് ഇറങ്ങിയ ഉടനെ ഞാൻ മോളെ വിളിച്ചു, മോളെ എങ്ങനെയായിരുന്നു കാര്യങ്ങളൊക്കെ ഏകദേശം. അമ്മച്ചി നമ്മുടെ പൈസകളെല്ലാം അവർ ബാങ്കിലേക്ക് ഇടാമെന്ന് പറഞ്ഞു. 50,000 രൂപ ബാങ്കിൽ അക്കൗണ്ടിലേക്ക് ഇട്ടുമെന്ന് പറഞ്ഞു. 1 മാസത്തിനുള്ളിൽ അവരുടെ മുഴുവൻ പൈസയും അവർക്ക് 2.5 ലക്ഷം രൂപ ഇതിലേ കിട്ടി. അപ്പോൾ മേടിച്ചവരെല്ലാം കൊടുക്കാൻ വിടാനായിട്ട് പറ്റി. അത് കഴിഞ്ഞ ശേഷം ആ ഏജൻസി തന്നെ 1 പൈസ പോലും കൊടുക്കാതെ എൻ്റെ കുഞ്ഞിനെ ഖത്തറിലേക്ക് പോകാനായിട്ട് ഇൻ്റർവ്യൂ പാസ്സായി അവിടേക്ക് പോകാൻ സാധിച്ചു. അപ്പോൾ ഞാനിവിടെ ഉണ്ണീശോയോട് വരെ പ്രാർത്ഥിച്ചു. ഞാനൊരു ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോഴുള്ള ഉണ്ണീശോയ്ക്ക് മോതിരം ഇടാം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ ഇത്രയും അവിടെ ചെന്നു. അവൾക്ക് പള്ളിയിൽ പോകാനായിട്ട് ആഴ്ചയിൽ 3 ദിവസം വരെ പള്ളിയിൽ കൊണ്ടുപോകും. എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നല്ല നമ്മുടെ മലയാളീസാണ് കൂടുതലും. പിന്നെ പള്ളിയിൽ പോകാനൊരു നല്ല മലയാളം പോകാൻ, നല്ല പാട്ട് പോകാൻ, എല്ലാത്തിനും നല്ല സൗകര്യം. എൻ്റെ പരിശുദ്ധ അമ്മ ഉണ്ണീശോയുമായി ഇടപെട്ട് ആ കാര്യങ്ങളെല്ലാം സാധിച്ചു കൊടുത്ത് അതിനുള്ള നന്ദി അറിയിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ കടന്നു പിടിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഒരിക്കലും ദൈവം നമ്മളെ കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. ഈ ധ്യാനം നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടമാകത്തില്ല. നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവരും. ഇതുപോലെ അടുത്ത പ്രാവശ്യം നിങ്ങളുടെ സാക്ഷ്യം പറയാൻ ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കിട്ടിയിട്ടുണ്ട്. എൻ്റെ 9 വയസ്സുള്ള മോൾക്ക് തീരെ വിശപ്പില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഈ ഭക്ഷണം വളർത്തി കൊടുക്കുന്ന പയ്യന്മാർക്കറിയാം ഭയങ്കര വിശപ്പാണ്. പിന്നെ എനിക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തില്ലായിരുന്നു, ചെവി വേദനയായിരുന്നു. ഇപ്പോൾ ഈ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി. പിന്നെ കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ധ്യാനം കൂടി. ഞങ്ങൾക്ക് അന്ന് 22 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. യമൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് റെസ്റ്റോറൻറ്റ് നടത്തുമായിരുന്നു. ഞങ്ങളൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യമൻ പ്രശ്നം തുടങ്ങിയതാണ്.
ഞങ്ങൾ 22 ലക്ഷം രൂപ കടത്തിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ധ്യാനം കൂടി. സിസ്റ്ററെ കണ്ടപ്പോൾ സിസ്റ്റർ പറഞ്ഞ് കടമെല്ലാം മാറും, സാരമില്ലെന്ന്. ഈ വർഷം 1 വർഷം പോലും കഴിഞ്ഞില്ല, ഞങ്ങൾ 4 പേര് ഞങ്ങൾ ദുബായിലും പോയി അവിടെ എല്ലാം കണ്ട് 4 പേര് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങളുടെ സ്വന്തം ചെലവിൽ തന്നെയാണ്. മുഴുവൻ കടവും പിടിയെന്ന് മാത്രമല്ല കുറച്ച് പേർക്ക് കടം കൊടുക്കാനും സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് തങ്കമ്മ. ചങ്ങനാശ്ശേരി പാറാൽ ബോട്ടി കെട്ടിക്ക് 16 വർഷം പാറാലെന്ന് പറയും. എനിക്ക് ഷുഗറും പ്രഷറുമാണ്. എൻ്റെ കൈ ഒരു സമയത്തും വിശ്രമമില്ലാതെ ദേഹം മൊത്തം ചോദിച്ചില്ല. ഏത് നേരവും വെള്ളം ചൂടാക്കി ചൊറിച്ചിൽ കൂടുമ്പോൾ വെള്ളം ചൂടാക്കി നേരത്തെ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 360 ഉണ്ട് ഷുഗർ. ഇൻസുലിൻ കുത്തിവെക്കാൻ പറഞ്ഞ് എനിക്ക് പേടിയാണ്. ഞാൻ 3 മിനിറ്റും ഗുളിക കഴിച്ചുകൊണ്ട് നടക്കാം. ഇവിടെ വന്ന് ഞായറാഴ്ച 2 മണിയായപ്പോൾ ഇവിടെ വന്ന് അച്ഛൻ തൈലും വിളിച്ച് അച്ഛനോട് ഞാൻ പറഞ്ഞ അച്ഛാ എനിക്ക് ഇങ്ങനെ കാരണം ഉറക്കമില്ല. 9:30 മണിയാകുമ്പോൾ കിടന്ന 12:30 ഞാൻ എഴുന്നേറ്റിരുന്ന് പിന്നെ ചൊറിച്ചില്ല. പിന്നെ ചൊറിച്ചിലും വെള്ളം ചൂടാക്കി ദേഹത്ത് ഒഴിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അച്ഛനോട് ഇങ്ങനെ തൈലം കുടിച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എനിക്ക് ഇങ്ങനെ കാണുന്നു. അച്ഛൻ തലയ്ക്ക് വിളിച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ ദേഹത്തേക്ക് ഒഴിഞ്ഞിട്ട് ഇവിടെ വന്ന് തണുത്തോടെ കുടിച്ച ആദ്യത്തെ ദിവസം കുറച്ച് വന്നു. പിന്നെ ഞാൻ മലപ്പുറം തന്നെ തണുത്തോടെ കുടിച്ചു. ഇതേവരെ ആ നീര് വന്നില്ല. അതുപോലെ തന്നെ എൻ്റെ 2 കൈ വയറ്റിലെ ഇതുപോലെ ഓർമ്മകൾ കഴിഞ്ഞത് എനിക്ക് ഓർമ്മമാരെ കാണിക്കുന്ന ബസ്സൊന്നും കേൾക്കാൻ പറ്റില്ല. മുൻപോട്ട് വരുമ്പോഴൊക്കെ ബസ്സിന് ഇരുന്നും സീറ്റ് കിട്ടിയെങ്കിൽ പറയാറുണ്ട്. ഇപ്പം കൈയൊക്കെ സുഖമായിട്ട് അങ്ങോട്ട് മാറ്റാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇത്ര നേരം ഒരു കുഴപ്പമില്ല. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം.